Hi everyone, welcome back to Text Tutor. Today we are going to see the next part of the chapter Health, the Ultimate Treasure. We are going to see how can we stay healthy. നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. Staying healthy means eating nutritious food, maintaining hygiene, staying in a clean place, exercising regularly, getting proper sleep, spending time with family and friends, and having a positive attitude. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മപ്പായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്തൊക്കെയാണ്? ഈറ്റിംഗ് ന്യൂട്രീഷ്യസ് ഫുഡ്, then maintaining hygiene, staying in a clean place, exercising regularly, getting proper sleep, spending time with family and friends, and having a positive attitude. ഇത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സോഷ്യൽ റിലേഷൻഷിപ്സും എല്ലാം വേണം. പക്ഷെ അതിൻ്റെ കൂടെ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും കൂടെ വേണം. What we should do and what should not do to keep ourselves healthy. നമ്മൾ ഹെൽത്തി ആവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. List some good habits that your parents, teachers or elders often encourage you to follow. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പാരൻസ്, എൽഡേഴ്സ്, ടീച്ചേഴ്സ് ഒക്കെ നമ്മളെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കാറ് ഉണ്ട്. ഗുഡ് ഹാബിറ്റ്സ് എന്ത്, അതിൽ ചിലത് നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും, ചിലത് നമുക്ക് ലേറ്റർ സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവും ദാറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. സോ വി ആർ ഗോയിങ് ടു സീ certain habits, നമ്മൾ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ചില ഹാബിറ്റ്സ് നമുക്ക് നോക്കാം. How many of these are already a part of your daily routine? നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ ചിലതൊക്കെ ആദ്യം തന്നെ അതിൻ്റെ പാർട്ടായിട്ടുണ്ടാവും. Which ones would you like to start following? ചിലത് നമുക്ക് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, ചിലത് നടക്കൂല, എത്ര ശ്രമിച്ചാലും നടക്കൂല. അങ്ങനെ പല പല കേസസും ഉണ്ടാവാം. കീപ് യുവർ സെൽഫ് ക്ലീൻ ആയിരിക്കണം. നമ്മൾ എൽഡേഴ്സ് പൊതുവേ പറയാറുള്ള കാര്യമായിരിക്കും, ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന കാര്യമായിരിക്കും. ചിലരത് കേൾക്കും, ചിലര് കേൾക്കൂല. സോ കീപ് യുവർ സെൽഫ് ക്ലീൻ ആൻഡ് മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ ഈസ് വെരി നെസസറി. നമ്മൾ ക്ലീൻ ആയിരിക്കുക എന്നുള്ളതും നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ആയിരിക്കുക എന്നുള്ളതും നമ്മുടെ ഹെൽത്തിനെ വളരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇത് ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ദെൻ എക്സസൈസ് റെഗുലർലി. Make time to relax or meditate every day. Meditation helps. Meditate ചെയ്യുക അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുക. മെഡിറ്റേഷൻ ഇറ്റ്സെൽഫ് ഇസ് എ റിലാക്സിങ്. അപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ വിൽ ബി മച്ച് റിലാക്സ്ഡ്. സോ എക്സസൈസ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, ഈറ്റ് ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട്, മാക്സിമം ഒഴിവാക്കിയിട്ട്, കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് വോണ്ട് ബി പോസിബിൾ ഇൻ ദിസ് ജനറേഷൻ, ബട്ട് വി ഹാവ് ടു ട്രൈ ടു ഈറ്റ് balanced diet and healthy diet, and we have to maintain personal hygiene, and we have to be very clean and tidy. Our surroundings should be very tight and neat. So that's it. Then next we are going to see habits that are not good for our health. നമ്മുടെ ഹെൽത്തിനെ അത്ര നല്ലതല്ലാത്ത ശീലങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് തന്നെ അറിയാം, ഫസ്റ്റ് തിങ് ഈസ് ഓവർ സ്ക്രീൻ ടൈം. ഫോണിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഹാബിറ്റ്സ് നമുക്ക് ഹെൽത്തി അല്ല. ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത്, പിന്നെ എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. സ്പെൻഡിങ് ടു മച്ച് ടൈം ഓൺ മൊബൈൽ ഫോൺസ് or other digital screens. ഓവർ ടൈം മൊബൈൽ ഫോൺസിലും ഡിജിറ്റൽ സ്ക്രീൻസിലും സ്പെൻഡ് ചെയ്യുന്നത് നല്ലതല്ല. പക്ഷേ ഈ ഒരു കാലത്ത് തീരെ സ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതും പോസിബിൾ അല്ല. ബട്ട് വാട്ട് വി ഹാവ് ടു ഡു ഈസ്, നമ്മൾ അതിന് ടൈം വളരെ മിനിമൈസ് ചെയ്യണം, അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ടൈം ഷുഡ് ബി ക്വാളിറ്റി ടൈം ആയിരിക്കണം. വെറുതെ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം മേക്ക് യൂസ് ഓഫ് ഇറ്റ്. Eating fast food and other junk food every day ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഈറ്റ് ചെയ്യുന്നത് നല്ല ശീലമാണോ? നല്ല ശീലമല്ല. നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കും. നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ നശിച്ചു പോകും. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. സ്ലീപ്പിംഗ് വെരി ലേറ്റ് ഓർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ്. ചിലരുടെ ശീലമായിരിക്കാം ലേറ്റ് നൈറ്റ് ആയിട്ടായിരിക്കും സ്ലീപ്പ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ആയി കഴിഞ്ഞാലും ഇനഫ് സ്ലീപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടതാണ്. സ്കിപ്പിംഗ് മീൽസ്, എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ് നന്നായി കഴിക്കണം. രാജാവിനെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഈറ്റ് ലൈക്ക് എ കിങ് എന്നാണ് പറയാനുള്ളത്. സോ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്. സോ ബ്രേക്ക്ഫാസ്റ്റ് ഷുഡ് ബി
ബ്രേക്ക്ഫാസ്റ്റ് ഷുഡ് ബി ഈറ്റൺ വെരി കെയർഫുള്ളി. സോ മീൽസ് സ്കിപ്പ് ചെയ്യുന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുന്നത് ഇറ്റ്സ് എ ഗുഡ് ഹെൽത്തി ഹാബിറ്റ്. ടേക്കിംഗ് കെയർ ഓഫ് അവർ ബോഡി ആൻഡ് മൈൻഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മുടെ ബോഡിയും മൈൻഡിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹെൽത്തി ഹാബിറ്റ്സ് സപ്പോർട്ട് എ ഹെൽത്തി ബോഡി ആസ് വെൽ ആസ് എ healthy mind. From the activity you participated in and the discussions, you may have realized that our health depends on many factors. നമുക്കെന്നെ അറിയാം നമ്മുടെ ഹെൽത്ത് ഒരുപാട് ഫാക്ടേഴ്സുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ മീൻസ് ദ വേ വി ലിവ്, ഹൗ വി ലിവ് എന്നുള്ളതാണ് ലൈഫ് സ്റ്റൈൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് അവർ എൻവയോൺമെന്റ്, അവർ സറൗണ്ടിങ്സ്, നമ്മുടെ സറൗണ്ടിങ്സും ലൈഫ് സ്റ്റൈലും എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഹെൽത്ത് എത്രത്തോളമായിരിക്കും, ഹെൽത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. So we got that ലൈഫ്സ്റ്റൈലിനും എൻവയോൺമെന്റ്, ദാറ്റ് ഈസ് ആ സറൗണ്ടിങ്സിനും ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലായി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് വിത്ത് പ്ലെന്റി ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഹോൾ ഗ്രെയിൻസ്. അപ്പം നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? ഫ്രൂട്ട്സ് വേണം, വെജിറ്റബിൾസ് വേണം, ഹോൾ ഗ്രെയിൻസും വേണം. അവോയ്ഡ് processed fatty or sugary food in foods and drinks. അപ്പം പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫുഡ്സ്, പിക്കിൾസ് ആവാം, പാക്ഡ് ലേസസ് ആവാം, ചിപ്സ് ആവാം, പ്രിങ്കിൾസ്, അങ്ങനെ ഒരുപാട് പ്രോസസ്ഡ് ഫുഡ്സും ഡ്രിങ്ക്സ് ഉണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെയധികം അത്യാവശ്യം ആണ്. Stay physically active by playing outdoors, walking, running, cycling or exercising. Physically active ആകുന്നത് most of the peopleനും most of the childrenനും ഇഷ്ടമായിരിക്കും. So we have to stay physically active. How? By playing outdoors, walking, running, cycling or exercising. Limit screen time and spend time in nature. നേച്ചറായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റിയലൈസേഷൻ ഉണ്ടാവും. വിൽ ബി ഏബിൾ ടു ഹിയർ ദി ചർപ്പിംഗ് ഓഫ് ബേർഡ്സിൻ്റെ ശബ്ദങ്ങൾ. നമുക്ക് ഒരുപാട്, നമ്മൾക്ക് ക്യൂരിയോസിറ്റി ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേച്ചറിൽ തന്നെ ഒബ്സർവ് ചെയ്യാനുണ്ട്. പ്ലാന്റ്സിനായാലും ആനിമൽസിനായാലും ബേർഡ്സിനായാലും ഒക്കെ നമുക്ക് നിരവധി കാര്യങ്ങളുണ്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സ്ക്രീൻ ടൈമൊക്കെ ഒഴിവാക്കിയിട്ട് നാച്ചുറലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും കിട്ടാൻ. സോ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്, then avoid processed, fatty or sugary food and drinks. Stay physically active by playing outdoors, walking, running, cycling or exercising, and also limit screen time and spend more time in nature. So that's it. Get enough sleep to help your body and mind rest and recover. Enough sleep is very essential in order to rest our mind. നമ്മുടെ മൈൻഡ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെരി എസെൻഷ്യൽ ആണ് എന്ത്? ഇനഫ് സ്ലീപ്പ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് യോഗ ഓർ സിമ്പിൾ ബ്രീത്തിങ് എക്സസൈസസ്. പ്രാണയാമ പോലെയുള്ള ബ്രീത്തിങ് എക്സസൈസും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. യോഗ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസസ്. ജസ്റ്റ് ഇൻഹെയിൽ then exhale. നിരവധി ആ ഒരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് യോഗ അതുപോലെ ബ്രീത്തിങ് എക്സസൈസസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. Say no to harmful substances like tobacco, alcohol and addictive drugs. Tobacco, alcohol, addictive drugs പോലെയുള്ള സബ്സ്റ്റൻസസിനോട് എന്തു പറയാ? No. Okay, that is next thing. See this. How to be healthy? As we said, eat a balanced diet, then stay physically active. Running ആവാം, jogging, അങ്ങനെയുള്ള walking എല്ലാം ആവാം. Say no to smoking or alcohol. എല്ലാരെങ്കിലും ഈവനിങ് വാക്കിനും മോർണിംഗ് വാക്കിനൊക്കെ പോകുന്നവരുണ്ടാവും, പോകാത്തവരുണ്ടാവും. അങ്ങനെയുള്ള ശീലമുള്ളവർ കണ്ടിന്യൂ ചെയ്യുക, ഇല്ലാത്തവർ അത് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ പകുതി വഴിയിൽ നിർത്തിപ്പോയവരാണെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യുക. Say no to smoking or alcohol. സ്മോക്കിങ്ങിന്റെ ആൽക്കഹോളിന്റെ കേസ് നമുക്കറിയാം. സ്മോക്കിംഗ് കവറിന്റെ മേലെ തന്നെ സിഗരറ്റ് പാക്കിന്റെ മേലെ എന്താ എഴുതിയിട്ടുണ്ടാവുക? സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. എന്നാലും എല്ലാവരും അത് വാങ്ങിച്ചിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാതെ ഇരിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. See how to be healthy. Next is manage stress. സ്ട്രെസ് മാനേജ് ചെയ്യാം. ബ്രീത്തിങ് എക്സസൈസസ്, പ്രാണായാമ പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. Then get enough sleep.
Keep the environment clean. Next, see, we are doing a comparison. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് എൻവയൺമെന്റ് ആണോ ദിസ് എൻവയൺമെന്റ് ആണോ മോർ ക്ലീൻ. ഇവിടെ തന്നെ നോക്കിയാൽ നമുക്കറിയാം ദിസ് ഇസ് ക്ലീൻ, ക്ലീൻ ആണ് ഇത്. അറ്റ് ദ സെയിം ടൈം ദിസ് ഇസ് നോട്ട് ക്ലീൻ, ഇത് ക്ലീൻ അല്ല. സോ വെൻ വി കമ്പയർ ദിസ് ടു, ദിസ് ഇസ് ക്ലീൻ ആൻഡ് ദിസ് ഇസ് നോട്ട്. ഇവിടെ കളിക്കുന്ന ആളുകൾക്ക് മോർ ഹാപ്പി ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഉള്ളവർക്ക് ആ ഒരു ഹാപ്പിനെസ് ഒന്നും കിട്ടില്ല. ബിക്കോസ് സി മസ്കിറ്റോസ് ആർ ഹിയർ, മസ്കിറ്റോസ് ഉണ്ട് പല, ആൻഡ് എവറിത്തിങ് ഇസ് ദർ. സംടൈംസ് പ്ലാസ്റ്റിക്സും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇവിടെ വെരി ക്ലീൻ ആൻഡ് ടൈഡി ആണ്. ദ പീപ്പിൾ ഹിയർ വിൽ ബി മോർ ഹാപ്പി. വിച്ച് പ്ലേ ഗ്രൗണ്ട് വുഡ് യു ലൈക്ക് ടു പ്ലേ ഇൻ ആൻഡ് വൈ? നമുക്ക് മോർ ടൈഡി ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അങ്ങനെയുള്ള പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാനായിരിക്കുമല്ലോ ഇഷ്ടം സ്വാഭാവികമായിട്ടും. So you might prefer 3.3A, that is first one. Most of us would like to play in the playground A as it is clean, well maintained and looks beautiful. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ് നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യണം? ക്ലീൻ ആയിട്ടും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും കീപ്പ് ചെയ്യണം. ദ പ്ലേ ഗ്രൗണ്ട് ഇൻ ബി ഈസ് പൊല്യൂട്ടഡ്. ബിയിലുള്ളത് എന്താണ്? പൊല്യൂട്ടഡ് ആണ്, ഡേർട്ടി, അൺഹൈജീനിക് ആൻഡ് ഫുൾ ഓഫ് ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോസ്. അപ്പൊ ഇപ്പം എന്നിട്ട് നമുക്ക് മനസ്സിലായി ആദ്യത്തെ പിക്ചറിൽ വെരി ക്ലീൻ ആൻഡ് ടൈഡി ആണ് ആൻഡ് ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ. സെക്കൻഡ് വൺ ഈസ് പൊല്യൂട്ടഡ്, ഡേർട്ടി, അൺഹൈജീനിക് ആൻഡ് ഫുൾ ഓഫ് ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോസ്. People living in such areas may fall sick more often. പെട്ടെന്ന് തന്നെ സിക്കാവാൻ ചാൻസ് ഉള്ള ആളുകൾ അത്തരം ഡേർട്ടി ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ജീവിക്കുന്നവർ ആയിരിക്കും. In addition to inculcating good habits and adopting a healthy lifestyle, we must keep ourselves and our surroundings clean. ഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മയും നമുക്ക് ചുറ്റുള്ള എൻവയോൺമെന്റിനെയും ക്ലീൻ ആയിട്ട് കൊണ്ട് നടക്കണം. Have you ever found it hard to breathe in a place with lot of smoke or dust? നമുക്കെന്നെ അറിയാം ഒരുപാട് ഡസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, ഡസ്റ്റും സ്മോക്കൊക്കെ ഉള്ള എൻവയോൺമെന്റ് ലൈക്ക് ഇൻഡസ്ട്രീസ് ഉള്ള ഏരിയാസ്, ഇൻഡസ്ട്രീസ് ഉള്ളത്, അതുപോലെ എയർ പൊല്യൂട്ടഡ് ഒരുപാട് വെഹിക്കിൾസ്, ഓട്ടോമൊബൈൽസ് ഒക്കെ ഉള്ള ഏരിയാസിലാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്മോക്കും ഡസ്റ്റും ഒക്കെ ഉണ്ട്. അത്തരം ഏരിയകളിൽ ഇറ്റ് വിൽ ബി ഹാർഡ് ഫോർ us to breathe. നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇറ്റ് വിൽ ബി വെരി ഹാർഡ് ഫോർ us to breathe. That is because clean air and water are important for our health. നമ്മുടെ ഹെൽത്തിന് വെരി ഇമ്പോർട്ടൻ്റ് എന്താണ്? ക്ലീൻ എയർ ആൻഡ് വാട്ടർ. ക്ലീൻ എയറും വാട്ടറും നമുക്ക് വെരി എസെൻഷ്യൽ ആണ്. In cities, air pollution from vehicles and factories can cause problems like coughing or asthma. അപ്പോൾ എയർ പൊല്യൂഷൻ സിറ്റീസിലൊക്കെ ആണെങ്കിൽ വെഹിക്കിൾസ് നിന്നും ഫാക്ടറീസ് നിന്നും നമ്മൾ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രീസിൽ നിന്നും വെഹിക്കിൾസ് നിന്നൊക്കെ ഉള്ള എയർ പൊല്യൂഷൻ കാരണം കഫിങ്, ആസ്മ പോലെയുള്ള ഒരുപാട് ഡിസീസസ് കോസ് ചെയ്യും. ദ എയർ ക്വാളിറ്റി ഇൻഡെക്സ്, വാട്ട് ഈസ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്? AQI എന്നാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI helps us know how clean the air is. എയർ എത്രത്തോളം ക്ലീൻ ആണ് എന്ന് അറിയാനുള്ള ഇൻഡെക്സ് ആണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്, ദറ്റ് ഈസ് AQI. A cleaner environment helps us stay healthy and feel better. So if our environment is clean, the environment clean ആണെങ്കിൽ it will help us stay healthy and feel better. ആരെങ്കിലും ക്ലീൻ അല്ലാത്ത എൻവയോൺമെന്റിൽ നിൽക്കാൻ ആഗ്രഹിക്കും? ഇല്ല. So that is very essential and this is very important. Air quality index. What is air quality index or AQI? It helps us know how clean the air is. അപ്പം നമുക്ക് AQI മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എയർ എത്രത്തോളം ക്ലീൻ ആണ് എന്നുള്ളത് മനസ്സിലാവും. I hope it's clear for you. But health is not only about the body. നമ്മൾ പറഞ്ഞു ബോഡി മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. Our feelings and relationships matter too. നമ്മുടെ ഫീലിങ്സും റിലേഷൻഷിപ്സും കൂടെ അതിൽ മാറ്റർ ചെയ്യുന്നുണ്ട്. So what is it? Health is not only about the body. Our feelings and relationships matter too. Even if we eat well and live in a clean space, we may not feel good if we are lonely or അപ്സെറ്റ്. ഇങ്ങനെയുള്ള ഇൻസ്റ്റൻസസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടാവും.
ക്ലീൻ പ്ലേസിൽ ജീവിക്കുന്ന, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന, ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുന്ന ആളുകൾ പലരും ഹെൽത്തി അല്ല. വൈ എന്തുകൊണ്ടായിരിക്കും? ദേ മൈറ്റ് ബി ലോൺലി ഓർ അപ്സെറ്റ്. അവർക്ക് സോഷ്യൽ ലൈഫ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അവർ അപ്സെറ്റും ലോൺലിയും ആയിരിക്കും. സ്പെൻഡിങ് ടൈം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, talking, laughing and having fun help keep our minds healthy too. അപ്പം നമ്മുടെ ബോഡിയും മൈൻഡും, ബോഡി പ്ലസ് മൈൻഡ് കൂടിയാലാണ് എന്ത് വരുന്നത്? ഹെൽത്തി ആവുന്നത്. ഹെൽത്ത് ആണെങ്കിൽ ബോഡി മാത്രമായിട്ട് കാര്യമില്ല, മൈൻഡ് മാത്രമായിട്ടും കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ദാറ്റ് ഇസ് body and mind equal to health. Spending time with friends and family, talking, laughing and having fun help keep our minds healthy too. So that's this part. See you with the next video. Till then, bye.